ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വോൾഫ് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ബ്ലോക്സ് ഫ്രൂട്ട്സ് ആണ് ഗൈസ്. ഇത് പാർട്ട് 3 ആണ്. അപ്പം നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ലൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരെണ്ണം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതായിരുന്നു ഞാൻ നേരത്തെ ആയിട്ട് കഴിച്ചിരുന്നത്, അതായത് ഈറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതല്ലാണ്ട് നമ്മൾ ട്രഷർ ബോക്സ് തുറന്നപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഏതാണെങ്കിലും ഇപ്പം ഞാൻ കറൻ്റ് ഉള്ളത് 73 ലെവലാണ്. എനിക്ക് 2 XP ഉണ്ട് ഗൈസ്. കൂടുതലും തീർന്നിട്ടില്ല. ഞാൻ പിന്നെ ഓഫ്ലൈനിൽ ഗ്രൈൻഡ് ഒന്നും ചെയ്തില്ലായിരുന്നു ഗൈസ്, അതാ പറ്റിപ്പോയെ. നമുക്ക് എന്തായാലും ലൈറ്റ് കുറച്ച് മാസ്റ്ററി ആക്കണം. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഇവൻ്റ് ഒക്കെ തീർന്ന് കാണും, എനിക്കങ്ങനെ തോന്നുന്നു ഗൈസ്, എനിക്കറിയില്ല. ഇല്ല ഗൈസ്, എൽഫ് ഇപ്പോഴും ഉണ്ട്. ആക്ച്വലി ഞാൻ തൊട്ടും ഉപയോഗിച്ചിട്ടില്ല ഗൈസ് ഈ ക്രിസ്മസ് ഇത്. ആക്ച്വലി എനിക്കിത് ഭയങ്കര വേസ്റ്റ് ആയിരുന്നു. വേസ്റ്റ് എന്ന് വെച്ചാൽ അത് എൻ്റെ കുഴപ്പം കണ്ട. ഞാൻ അധികം ബ്ലോക്സ് ഫ്രൂട്ട്സ് കളിക്കാറില്ലായിരുന്നു, അതാ പറ്റിപ്പോയെ. ഇപ്പം നമ്മുടെ കയ്യിൽ 43,000 ഡോളേഴ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്താണെങ്കിലും അതും കൊണ്ടൊന്ന് റോൾ ചെയ്ത് നോക്കണം. എൽഫ് ഉണ്ട് ഗൈസ്. ഇത് രണ്ടുപേരോട് ബാക്കിയുള്ളവർ സ്പോണ വന്ന ടൈം കിട്ടി ഗൈസ്. ഇവന് എൽഫല്ലേ? അവന് എൽഫാന്ന് തോന്നുന്നു. അല്ല ഗൈസ്, ഇവന് എൽഫല്ല. എൽഫ് ഒരാളേ ഉള്ളൂ. മാസ്റ്ററി എടുത്ത് നോക്കണ 40 ആക്കുവാണെങ്കിൽ ബാരേജ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അത് കഴിഞ്ഞ് 80, 110. ഓക്കെ, നമുക്ക് വേറെ ക്വസ്റ്റ് കിട്ടി. നമുക്ക് എന്തായാലും അത് പോയി എടുക്കാം. ഉമ്മാർ അത്യാവശ്യം ടഫാന്ന് തോന്നുന്നു. ഡാമേജ് എടുക്കും എനിക്ക്. ഇല്ല ഗൈസ്, ഞാൻ ഇമ്മ്യൂണാണ് ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ കുറെ പേര് അടിച്ചിട്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും ഈസി ആയിട്ട് കൊല്ലാം ഗൈസ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. റീസണാണ് ഇവന്മാരെ കളിച്ച വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തേക്കുക ഗൈസ്. ഇതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, അതായത് ഓൺലൈൻ ഫ്രണ്ട് തന്നെയുണ്ട്. എനിക്ക് ലൈറ്റ് ഫ്രൂട്ട് തന്ന ആളാണ് ഗൈസ്. അയാളാണ് എനിക്ക് ലൈറ്റ് ഫ്രൂട്ട് തന്നത്. ചളിപ്പം എവിടെയാണെന്നറിയില്ല, ഇവിടെ ഒരു പെട്ടിയുണ്ട്, നമുക്കത് പൊട്ടിക്കാം. നമുക്കിങ്ങനെ ബ്ലോക്സ് ഫ്രൂട്ട് ഡീലറിൻ്റെ അടുത്തും കൂടി പോകണം. ഐസ് കിട്ടിയാലും ലൈറ്റ് കിട്ടിയാലും നല്ലതാണ് ഗൈസ്, രണ്ടും ഒരേപോലെ നല്ലതാണ്. അയ്യോ, ഞാൻ മറ്റേ കുറിച്ച് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ഗ്രൈൻഡിങ്ങിന് ഇത് രണ്ടും ഭയങ്കരമാണ് ഫസ്റ്റില്. ശരിക്കും ലൈറ്റ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കളയരുത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ലാസ്റ്റ് ആണോ അതോ അതിനും മുമ്പാണോ അപ്പർ സ്കൈലാൻഡ് എന്ന് പറയുന്ന സാധനം. സ്കൈലാൻഡ് അല്ല, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു അപ്പർ സ്കൈലാൻഡ് എന്നുള്ളൊരു ഐലൻഡ് കിട്ടും. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് തന്നെ വേണം. ഇല്ലെങ്കിൽ അവിടെ വരുന്ന നമുക്ക് ജമ്പ് ചെയ്ത് എന്താണെങ്കിലും എത്താൻ പറ്റത്തില്ല. നല്ല പാടാണ് അവിടെ എത്താൻ. ഇനി അല്ലെങ്കിൽ കുറച്ച് കൂടി, അല്ലെങ്കിൽ ബ്ലേഡ് പോലത്തെ ഇതാണെങ്കിലും മതി. ബ്ലേഡിന് ഫ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. ന്യൂ സ്കില്ല് അവൈലബിൾ ആയി ഗൈസ്. അയ്യോ, അതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവനെ കൊന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്വസ്റ്റ് പോയി എടുക്കാം. 2 XP ഉള്ളതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് ഗൈസ്. അതിനിപ്പോൾ ആണെങ്കിലും 1 മണിക്കൂറും കൂടെ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ പരിപാടി അങ്ങ് തീരും. ഒരു എൽഫ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്യാൻഡി നോക്കട്ടെ. ക്യാൻഡി എന്തോരം ഉണ്ടെന്നൊന്ന് നോക്കാം.
സ്റ്റാർസിനകത്തോട്ട് 72 ക്യാൻഡി ഉണ്ട് ഗൈസ്. നമുക്ക് അത് ഒപ്പിക്കാം ഗൈസ് ഇന്ന്. അതുകൊണ്ട് മാക്സിമം ബ്ലോക്സ് ഫോർട്ടിന് സ്റ്റാറ്റ്സ് ബ്ലോക്സ് ഫോർട്ടിന് എടുക്കാം. അതുകൊണ്ട് നോക്കി ക്യാൻഡിയും കൂടെ ഒപ്പിക്കാം ഗൈസ്. ക്യാൻഡി ഒപ്പിക്കുകയെന്നുണ്ടെങ്കിലേ റോൾ ചെയ്യാൻ പറ്റും. പൈസ കളയണ്ട. ആ ക്യാൻഡി റോൾ ആണെങ്കിൽ കുറച്ച് നാളല്ലേ ഉള്ളൂ. മാക്സിമം ക്യാൻഡി ഒപ്പിക്കാം. ചെറിയൊരു ചുമയൊക്കെ ഉണ്ട് ഗൈസ്, കഫുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ കുറച്ചായിട്ട് ഇരിക്കണം. അത് പോകുന്നില്ല. ചുമ്മാ നിൽക്കുമ്പോൾ കിടന്ന് കറങ്ങാൻ നല്ല രസമാണ്. അവിടെ ഒരു എൽഫുണ്ട്. ഓക്കെ, 4 ക്യാൻഡി കിട്ടും ഗൈസ് ഉമ്മാരെ കൊല്ലുമ്പോഴത്തേക്കും. അതായത് 2 എൽഫുണ്ട്, അതുകൊണ്ട് നമുക്ക് 4 ക്യാൻഡി കിട്ടും. ഓക്കെ, നിങ്ങൾ അതുപോലെ തന്നെ ഈ ബാരേജ് ഓഫ് ലൈറ്റ് എടുക്കുമല്ലോ, രണ്ടാമത്തെ അറ്റാക്കിങ്ങിന്റെ രണ്ടാമത്തെ എബിലിറ്റി, അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ പോകും. ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് പിടിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതായത് കുറച്ചേ പോവുള്ളൂ. ശേഷം നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പോകും. ഈ തോന്നുന്നു 90-ലാണോ 85-ലാണോ അടുത്ത ഐലൻഡിലോട്ട് പോകാൻ. അത് 100-ആണോ എനിക്കറിയില്ല, അത് മറന്നുപോയി. 106 വെച്ചിട്ടാണ് ഈ ഡാമേജ് കൊടുക്കണേ. ശരിക്കും ഇതിൻ്റെ അകത്ത് കുറേ ആകുമ്പോഴത്തേക്കും NPC, അതായത് നമ്മളെക്കാട്ടിലും കൂടുതൽ ഹാർട്ട് ഉണ്ടാവും, HP ഉണ്ടാവും NPCസിന്. അവർക്ക് ലക്ഷങ്ങൾ കാണും, 1, 2, 3 ലക്ഷങ്ങൾ കാണും ഗൈസ്. സെക്കൻഡ് സി ഒക്കെ ഭയങ്കര പാടാണ് ഗൈസ് ലെവലപ്പ് ചെയ്യാൻ. പക്ഷെ ആക്ച്വലി നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് കളിക്കുകയെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സിയിലോട്ട് കയറുമ്പോഴത്തേക്കും കുറച്ച് നേരം മതി. ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പഴയ ഒരു ഐഡിയുടെ കാര്യം. അതിൻ്റെ അകത്ത് ഞാൻ വെറും 2 മാസം കൊണ്ടാണ് സെക്കൻഡ് സി കംപ്ലീറ്റ് ചെയ്തത്. 2 മാസം അല്ല, 2 മാസം അല്ല, അത് 2 മാസം അല്ല, ഞാൻ തുടങ്ങിയിട്ട് 2 മാസം ആയപ്പോഴത്തേക്കും സെക്കൻഡ് സി കംപ്ലീറ്റ് ചെയ്ത് തേർഡ് സി കയറി. 2 മാസം കംപ്ലീറ്റ് ചെയ്യാൻ 4 ദിവസം 5 ദിവസം അങ്ങോട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ തേർഡ് സിയിൽ കയറി. ആക്ച്വലി സെക്കൻഡ് സി ഭയങ്കര സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്, അതല്ല ഹാർഡ് ആണോന്ന് ചോദിച്ചാൽ നല്ല പാടുമാണ് ഗൈസ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ഇതാണ്. ഞാനിപ്പോൾ ലൈറ്റിൻ്റെ കാര്യം മറക്കുന്ന ഗൈസ്. എൽഫ് 3 കിട്ടി ഗൈസ്. അപ്പോൾ 6 ക്യാൻഡി കിട്ടും. നമുക്ക് 100 ക്യാൻഡി ഒപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് റോൾ ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് സ്റ്റാറ്റ്സും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇനി ആകെ 1 മണിക്കൂറും കൂടെ ഉള്ളു ഗൈസ്. ഇതൊന്നാണ് ഭയങ്കര ഷെയ്ക്കാവുന്നു. 1 മണിക്കൂറും കൂടി ഉള്ളു ഗൈസ്. മറ്റേ 2 XP ടാബ് അല്ല ഞാൻ ഉദ്ദേശിച്ച ഐറ്റംസ്. 89 ക്യാൻഡി ഗൈസ്. ഇനി 11 കൂടെ വേണം. സ്പോണാവ് അതിൻ്റെ അകത്ത് എൽഫൊന്നും ഇല്ല. ഒരെണ്ണം, പക്ഷെ ആ ഒരെണ്ണം പോരല്ല, പിന്നെയും കുറച്ചെടുക്കേണ്ടി വരും ഗൈസ്. നല്ല ടൈം എടുക്കുമെന്ന് തോന്നുന്നു. ഗ്രൈൻഡിങ് കുറച്ച് പാടാണ് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇത് കളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഗ്രൈൻഡിങ്ങിനൊക്കെ പറ്റിയ ഫ്രൂട്ട്സും ലൈറ്റും ഐസും ഒക്കെ എനിക്ക് അറിയാൻ നല്ലതാണ്. പിന്നെ അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ലെവലിൽ നമ്മളെ കൊണ്ട് കിട്ടിയാൽ കഴിക്കുക. ലൈറ്റിനെക്കാട്ടിലും ബെറ്റർ ഏതെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. ഞാൻ കുറെ കളിച്ച് കുറെ ലെവലാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഗൈസ്. എനിക്കല്ലാണ്ട് അത്ര ഒരു വലിയ പരിചയമൊന്നുമില്ല ഗൈസ്. കുറെ കളിച്ച് കിട്ടിയ ഫ്രൂട്ട് വെച്ചങ്ങ് കളിച്ചു. അതുപോലെ എൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, സ്കൂൾ ഫ്രണ്ട്സ്. അങ്ങനെയാണ് ഗൈസ് ഞാൻ കുറെ എത്തിച്ചത്. 2 എൽഫുണ്ട് ഗൈസ്. 3 എൽഫ്. അതും കൂടെ എൽഫായിരുന്നെങ്കിൽ ഇല്ല ഗൈസ്. 3 എൽഫേ ഉള്ളൂ. വായോ,
ഇപ്പൊ കറന്റ് നമ്മുടെ ലെവൽ 85 അപ്പൊ എനിക്ക് തോന്നുന്നു 100 ആകുമ്പോഴായിരിക്കും നമ്മളെ മിക്കവാറും അടുത്ത ഐലൻഡിലോട്ട് കൊണ്ടുപോവാ. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും സൗണ്ടിന്റെ ഡിലേ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സഹകരിക്കുക. 90 ഡേയ്സ്. ഓക്കെ കിട്ടി. നമുക്ക് രണ്ടുപേർ റോൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് 102 ചില എൽഫുകളെ കൊല്ലുമ്പോൾ 3 ക്യാൻഡി കിട്ടും, ചിലവരെ കൊല്ലുമ്പോൾ 2 ക്യാൻഡി കിട്ടും ഗൈസ്. ഞാൻ കണക്ക് കൂട്ടുന്ന 2 വെച്ചാണ്. അതാണ് ഞാൻ 102 പറഞ്ഞ 2 കിട്ടിയപ്പോ. 3 ഡ്രോപ്പ്, ഏതെങ്കിലും ഒരെണ്ണം 3 ഡ്രോപ്പ് ചെയ്താ 103 ആവും. രണ്ട് ഗൈസ് ഒക്കെ എന്നുണ്ടെങ്കിലും നേരെ ഫോറസ്റ്റിലോട്ട് പറക്കാം. ബട്ട് അത് ഗൈസ് കാര്യക്ഷമ സ്റ്റാറ്റ്സ് മാക്സിമം കൂട്ടാം. ക്യാൻഡി സെറ്റിൽ എൻ്റെ ഫസ്റ്റ് റോളിംഗ് ആണ് ഗൈസ് ഇത് ഈ സെർവറിൽ. ഗാച്ചയിലെത്തി. വിന്റർ ഗാച്ചയിൽ പോയിട്ട് അതൊക്കെ എനിക്കറിയാം. നല്ലൊരു ഫ്രൂട്ട് കിട്ടിയിരുന്നെങ്കിൽ ഗൈസ്. നല്ലൊരെണ്ണം എന്താ പപ്പർമിന്റെ ഹെൽമെറ്റ്. വേടാ ഇത് എന്ത് വേടാ, പക്ഷെ മിത്തിക്കലാണ് ഗൈസ്. റെഡ് റിബണോ? ഇതൊക്കെ എന്തിനാണ് ഗൈസ്? എനിക്ക് ഒന്നും അറിയാം. അയ്യേ. താ നോക്കി ഗൈസ്, തരാനൊക്കെ പറയും. എത്ര പെടുന്ന് ഗൈസ് നമുക്ക് ഫ്ലെയിം കിട്ടി ഗൈസ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു അത് ലൈറ്റിനെക്കാട്ടിൽ സ്മോക്ക്. എല്ലാ ഫ്രൂട്ടും എടുത്ത് കയ്യിലോട്ട് വെച്ചേക്കാം ഗൈസ്. നമുക്ക് ഒന്നൂടെ കെഞ്ചി നോക്കാം ഗൈസ്, പ്ലീസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട്. ബ്ലൂ ബോയ് പാവാണ് ഗൈസ്, നമുക്ക് തന്നു. പ്ലീസ് ഫ്രൂട്ട്. ഐ ഹാവ് ലൈറ്റ് എന്ന് ഇടാം ഗൈസ്. ഐറ്റംസ് വാർഡ്രോപ്പ്. ഇതെന്തിനാ ഉള്ള ഗുണം തന്നെ അങ്ങോട്ട് ഇതിടാം ഗൈസ്. മൂവ്മെന്റ് സ്പീഡ്, ക്യാൻഡി മൾട്ടിപ്ലെയർ. ഓക്കെ ഗൈസ് അതിടാം. ഇതെന്തുവാണ് കുന്തം കുറച്ചക്രമൊക്കെ ആയിട്ട്. നമുക്ക് എന്താണെങ്കിലും ഒന്നുകൂടെ പോവാം ഗൈസ്. നമുക്ക് പോയി ഗ്രൈൻഡ് ചെയ്യാം. നമുക്ക് എന്താണെങ്കിൽ ഫ്ലെയിം കിട്ടി ഗൈസ്, അത് നന്നായി. അയ്യോ അവിടെയാണ് ഗൈസ്. അയ്യോ കുറച്ച് പാടാണ് ഗൈസ്, എനിക്കത് ചെയ്യാൻ അറിയത്തില്ല. നമുക്കൊരു കുറച്ചും കൂടി എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്യാൻഡി മൾട്ടിപ്ലെയർ കിട്ടുന്നുണ്ടോ എന്നും കൂടി അറിഞ്ഞിടയ്ക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ. 20% ക്യാൻഡി മൾട്ടിപ്ലെയർ ആണ് ഗൈസ് ഈ റിബൺ ഉള്ളത്. അതിൽ മൂവ്മെന്റ് സ്പീഡ് 20%. മുഴുവൻ ഞാൻ വായിച്ചില്ല. അതാണ് ലാസ്റ്റ് ഐലൻഡ് ഫൗണ്ടൈൻ. അവിടെ ഒരു വൃത്തിയായിട്ട് ബോസ് ഉണ്ട്, അതിനെ കൊല്ലാൻ ഭയങ്കര പാടാ. അത് ഞാനല്ലേ ഗൈസ്? അത് ഗൈസ് എന്നെ കൊന്നാല് 378 രൂപ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ 6 പേരെ കൊന്നാ മതി ഗൈസ്.
ക്യാൻഡി മൾട്ടിപ്ലെയർ കൊണ്ടുള്ള ഗുണം എന്തുവാ? ആകെ രണ്ട് ക്യാൻഡി, അതിന്റെ 20% എന്ന് പറയുമ്പോ ഒരു ക്യാൻഡി പോലും വരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്തുവാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല guys. രണ്ട് ക്യാൻഡി തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത്, പിന്നെ അതിൻ്റെ അകത്ത് തന്നെ 20% കൂടുതൽ. ഫുള്ള് പറ്റിയിട്ടാണ്, ചൂടായി പണിക്ക്. ഓൾ ഡാമേജ് റെസിസ്റ്റൻസ് 7%, ഫ്രൂട്ട് ഡാമേജ് +7, ഫ്രൂട്ട് കൂൾ ഡൗൺ -5%. എന്തിലാട്ടെ ഞാൻ കിട്ടിയില്ലേ. ഓ ഇത്തവണ ഒട്ടുമില്ല സെൽഫ്. നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല, ഞാൻ വെടിവെച്ചിട്ട് ഒരു രസമല്ല ഒരുമാതിരി. അതേപോലെ തന്നെ എൻ്റെ സ്കിന്നും കുറച്ച് ഉടായിപ്പാണ്. പക്ഷെ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ, ഏത് തിരിയുന്നില്ല. ഓക്കെ ഓക്കെ, നമുക്കാണ് അടുത്ത ഐലൻഡിലോട്ട് പോകാൻ പറ്റും, ഫ്രോസൺ വില്ലേജ്. അവിടെയാണ് ഇനി ഞാൻ പോകുന്നില്ല. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട് ഗൈസ്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ ആണെങ്കിലും എല്ലാവർക്കും ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും ബൈ.